എന്റെ ചുറ്റും ഒരുപാട് ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരും ഉണ്ട്. എന്താ ഇവിടുത്തെ ഏറ്റവും എനർജി സ്റ്റാർസ് നിങ്ങളാന്നാ പറഞ്ഞത്. അത് നമുക്ക് കാണണം. ടേപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കൂലേ? ഒരുപാടുണ്ട്. അയാളെ കെട്ടാൻ വേണ്ടി അവസാനം വീട്ടുകാരെ കൺവിൻസ് ചെയ്തെടുത്ത് കുറെ കരിഞ്ഞ് അങ്ങനെയൊക്കെ സെറ്റാക്കി കല്യാണം. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണ തലേന്ന് വേറൊരാളുടെ ഒളിച്ചോടി. സൂപ്പർ. നമുക്ക് പെണ്ണില്ല, നമുക്ക് പെണ്ണില്ലാടാ. जान कैसी बातें तूने अखियों की दूर मन मेरे खींचा चलाया तेरी ओर. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ. ബാക്കി കൂടെ പാടുവേ. ഇത്രയും വൃത്തികെട്ട മോതിരം നിനക്കൊന്നും പാടാൻ തോന്നുന്നില്ല. എന്നെ പോലത്തെ സാധാരണക്കാർക്കും പാടാനും ഇതൊക്കെ പറ്റുന്ന പാട്ട്. നല്ല ഭംഗിയാണ്. പിന്നെ എന്താ ഉണ്ണിവാവകളുടെ മുഖമാണ്. അതെ. പിന്നെ വെരി യങ് ഹാൻസം നൈസ് ബോഡി ഡ്രസ്സിങ് അടിപൊളി. 20-ാം തീയതി പടം ഉണ്ടല്ലോ, അതേതാ? സ്റ്റൈലം ചെക്കനെ കണ്ടപ്പോ തൊട്ടുള്ളിന് ഉള്ളില് ലവാണ്. ഐ ലവ് യു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പാടടാ. കവിത ചൊല്ലിയിലേ എന്നും നിന്നോർമ്മയുണരുമ്പോൾ മാനങ്ങ് പോകരുതേ മാർമഴവില്ലേ മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻകുയിൽക്കാറ്റ് വെള്ളിക്കൊലുസിട്ട കാലച്ച കേൾക്കാൻ കാത്തിരിക്കുമെന്റെ ഹൃദയം നിനക്ക് മാത്രം നിനക്ക് മാത്രമായി സുന്ദരിയേ വാ വെണ്ണിലവേ വാ ജീവകാലമീ പ്രണയിനി. കഴിഞ്ഞ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കംപക്കത്തിലേക്ക് സ്വാഗതം. 10 ഇന്റർവ്യൂ കാഴ്ചകളിൽ നിന്നും ചക്കംപക്കം ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലാണ്. അപ്പൊ എന്റെ ചുറ്റും ഒരുപാട് ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരും ഉണ്ട്. എന്താ അപ്പൊ ആൽബർട്ട്സിൽ നിങ്ങളുടെ പ്രൊഫസേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ ഇവിടുത്തെ ഏറ്റവും എനർജി സ്റ്റാർസ് നിങ്ങളാന്നാ പറഞ്ഞത്. അത് നമുക്ക് കാണണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവിടെ ഒരുപാട് ക്രിസ്മസിന്റെ ഒരുപാട് എന്താണ് ഡെക്കറേഷൻസും സെലിബ്രേഷൻ മൂഡാണോ? എന്തായി നിങ്ങളുടെ സെലിബ്രേഷൻ എവിടം വരെ ആയി? നടക്കുവാണല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്റെ ഷോന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനൊരു പാട്ട് പാടിയിട്ടാണ് തുടങ്ങാറ്. ഇപ്പൊ നിങ്ങൾ പാട്ട് പാടി, അപ്പൊ നമുക്കാണെങ്കിൽ ശരിക്കും നമ്മുടെ കലാപരിപാടികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നാരാ? ഓക്കെ, അപ്പൊ എല്ലാവരും സാലാനെ പറഞ്ഞു. സാല ഒരു പാട്ട് പാടിയിട്ട് ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചാണ്. जान कैसी बातें तूने अखियों की दूर मन मेरे खींचा चलाया तेरी ओर मेरी चेहरे की जुबां जुल्फों की शान मेरा सब कुछ है पिया आपसे पियदा नजरों ने तेरी जुआ दोहरी जादू हुआ होने लगी है मैसी आफरी आफरी. ആണോ? അപ്പൊ നമുക്ക് ആദ്യം ഒരുപാട് കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 10-13 കുട്ടികൾ എന്റെ ചുറ്റുമുണ്ട്. എനിക്കൊക്കെ കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കോളേജിലെ ഫ്രണ്ട്ഷിപ്പും പിന്നെ കോളേജിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കോളേജിലെ പ്രണയം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് എന്താ? സൗഹൃദമാണോ അതോ
ക്യാൻറ്റീനോ? സപ്ലിയോ? ക്യാൻറ്റീൻ, സപ്ലി, അങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളൊരു പുതിയൊരു സെഗ്മെന്റിലോട്ട് കൊണ്ടുപോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് സ്പൈസി ക്വസ്റ്റ്യൻസ്. ഓക്കെ? അത് വല്ലാണ്ട് സ്പൈസി അല്ല, എന്നാലും കുറച്ച് സ്പൈസി. ഓക്കെ? ഞാനപ്പം ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കും. അപ്പൊ ചാടി കയറി ആൻസർ പറയണം. ആൻസർ പറയുന്നവർക്കാണെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ ഇൻസിഡൻസിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ നന്നായിട്ട് പറയുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ? റെഡി? അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്തൊരു ദുരന്തമാണ് എന്ന് തോന്നിപ്പോയ വെറൈറ്റി തേപ്പ് കഥ. ഇതെന്തൊരു ദുരന്തമാണ് എന്ന് തോന്നിപ്പോയ ഒരു വെറൈറ്റി തേപ്പ് കഥ. നിങ്ങളുടെ ആർക്കാന്ന് വെച്ചാ ചാടിച്ചെടുത്ത നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? പറ. എന്തുകൊണ്ട്? എന്തോ ഒരു തേപ്പ് ഞാൻ മണക്കുന്നു. അവിടെ ആർക്കും ഒരു തേപ്പ്. എന്തായാലും മൈക്കിരിക്കല്ലേ, പറഞ്ഞോ. പേരെന്താണ്? എന്റെ പേര് ബെനറ്റ്. എനിക്കിതൊരു തേപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഒരു വെറൈറ്റി തേപ്പ് കഥ തോന്നിയത് ആരുടെയാണ്? ഈ കുട്ടിയുടെ ആളുകൾക്ക് ടെൻഷൻ ആയിട്ടിരിക്കുന്നു. നിനക്കെന്താ പറയാ? ആദ്യം ബെനറ്റ് പറയട്ടെ. തേപ്പ് കഥ ഇല്ല. തേപ്പേ കിട്ടിയിട്ടില്ല. ഓ പാവം കുട്ടി. ലൈഫിൽ ഒരു വട്ടമെങ്കിലും തേപ്പ് അനുഭവിക്കണം അല്ലേ? യോജിക്കുന്നുണ്ടോ? ഇല്ലേ? നല്ലതല്ലേ? തേപ്പിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കൂലേ? ഒരുപാടുണ്ട്. നിനക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ ആർക്കൊരു വെറൈറ്റി തേപ്പ് കഥ ഇല്ല പറയാൻ? പേരെന്താണ്? ദേവാമൃത. ദേവാമൃത. ദേവാമൃത ഒരു വെറൈറ്റി തേപ്പ് കഥ. നമുക്ക് വെറൈറ്റി ഒന്നുമല്ല, പക്ഷെ ഞാൻ ഇങ്ങനത്തെ കേട്ടിട്ടില്ല. എന്നുവെച്ചാല് ഭയങ്കര എന്റെ ഒരു, ഞാൻ പേര് പറയണല്ലോ ആരാന്ന്, എന്റെ ഒരു ബന്ധത്തിലെ ഒരാളാണ്, അത്രേ ഉള്ളൂ. അതെ, എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, നമ്മള് പരിചയമുള്ള ആളാട്ടാ. പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു കല്യാണം ഉറപ്പിച്ചത്. അപ്പൊ ഇയാളെ വേറൊരു ഫാമിലി അറേഞ്ച് മാരേജ് ഉറപ്പിച്ച്, അപ്പൊ ഇയാളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ചിട്ട് അയാളെ കെട്ടാൻ വേണ്ടി അവസാനം വീട്ടുകാരെ കൺവിൻസ് ചെയ്തെടുത്ത് കുറെ കരഞ്ഞ് അങ്ങനെയൊക്കെ സെറ്റാക്കി കല്യാണം. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണ തലേന്ന് വേറൊരാളുടെ ഒളിച്ചോടിപ്പോയി. സൂപ്പർ. അതുപോലെ വെറൈറ്റി തേപ്പ് കഥയായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ല? ഒരു തേപ്പ് പോലും കിട്ടാത്ത മക്കളാണോ സെന്റ് ആൽബർട്ട്സിലെ? അല്ല, ഇത് പറയല. ഇയാളുടെ കൂടെ കല്യാണം കഴിഞ്ഞ വേറെ ആളുടെ കൂടെ പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലവ് മാരേജ് ആയിട്ട് ഫിക്സ് ആക്കി എന്ന് പറയല്ലേ, അയാൾക്ക് ബൈക്ക് ഇല്ലായിരുന്നു. അതാണ് മൂന്നാമത്തെ ആളുടെ ബൈക്ക് ഇല്ലാത്തത് കൊണ്ട് കല്യാണത്തിലേന്ന് ഒളിച്ചോടി പോയ ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ കുട്ടി ഇപ്പൊ കല്യാണം കഴിച്ച ആളുടെ അമ്മയല്ല അയാളുടെ കൊച്ചിന്റെ അമ്മയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, നല്ലവനായ കുട്ടി അല്ലേ? ഇവിടെ ആർക്കെങ്കിലും ഇവനക്ക് എന്തോ പറയാനുണ്ട്? കൊറേ നേരം ഇങ്ങനെ നോക്കുന്നു. എന്തോ നിനക്ക് കിട്ടിയ തേപ്പ് കഥ പറ. തേപ്പ് കഥയെന്ന് അറിയാൻ പാടില്ല. കിട്ടിയിട്ടില്ല എനിക്ക്. നമുക്ക് വേണ്ടില്ല, സിംഗിൾ. അതെ, തേക്കാൻ താല്പര്യപ്പെടുന്നവരാരെങ്കിലും പേരെന്താ? ഷെഫിൻ ജോർജ്. അതെ, ഇൻസ്റ്റാ ഐഡി ഷെഫി. പറഞ്ഞോ. അങ്ങനെയൊന്നുമില്ല, എന്നാലും എന്താ പറയാ, ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജസ്റ്റ് ഒരു ടൈം വേസ്റ്റ് ആണ് ഈ പ്രണയിച്ച് നടക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ? ശരിയല്ലേ? സിഗ്മ അതല്ലേ റിയാലിറ്റി, അതല്ലേ സത്യം. എന്നുവെച്ചാ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അവന്റെ ഓരോ കാര്യങ്ങള് എന്നുവെച്ചാൽ അവൻ കളഞ്ഞ സമയങ്ങളൊക്കെ ഓർത്ത് ഇപ്പൊ അവനത് റിഗ്രറ്റ് അടിക്കുന്നുണ്ട് നല്ല രീതിക്ക്. കാരണം ആ ഒരു ടൈമിൽ അവൻ പഠിച്ചിരുന്നെങ്കിൽ അവനിപ്പോ എവിടെയെങ്കിലും എത്തായിരുന്നു. അവന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ഓരോ സ്ഥലത്തൊക്കെ എത്തി, അങ്ങനത്തെ ഇതൊക്കെ. അപ്പൊ അവന്റെയൊക്കെ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, തേപ്പ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരുപാട് കണ്ടാനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതുവരെ റിലേഷൻ ഉണ്ടായിട്ടില്ല? ഇല്ല. ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട ചെക്കനെ ഓക്കെ, അന്ന് നമുക്ക് ആർക്കൊന്നും പറയാനില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും യങ് സെൻസേഷണൽ ആയ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആരെ തിരഞ്ഞെടുക്കും? എന്താ ഉണ്ണിച്ചേട്ടൻ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ?
ഉണ്ണിമുഖൻ നല്ല ഭംഗിയാണ്. പിന്നെ എന്താ ഉണ്ണിവാവകളുടെ മുഖമാണ്. അതെ. പിന്നെ വെരി യങ് ഹാൻസം, നൈസ് ബോഡി, ഡ്രസ്സിങ് അടിപൊളി. ഹെയർ ഓക്കെ. ഒരു മുറേ വന്ന് വാർത്തയ മല്ലു സിംഗ്. ഓക്കെ, ആ കുട്ടിക്ക് അറിയാം. 20-ാം തീയതി പടം ഇറങ്ങണ്ടല്ലോ, അതേതാ? ഞാൻ ഉണ്ണിമുഖത്തിന്റെ ഫാനാണ്, പക്ഷെ 20-ാം തീയതി പടം ഏതാന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് യങ് സെൻസേഷൻ ആയിട്ടുള്ള മമിത ബൈജു. നിങ്ങൾക്കോ മമിത ബൈജു ആണോ? കല്യാണി പ്രദർശൻ. ഓക്കെ, മമിത ബൈജുവിന് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഓക്കെ, ഇവിടെ മമിത ബൈജു ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മമിത ബൈജുവിന് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണമല്ലേ? അല്ല, പണ്ടത്തെ ആരെങ്കിലും ഉണ്ടോ? പണ്ടത്തെ ലൈക്ക് യങ് ശോഭനയില്ലേ? അതത്രേ ഉള്ളൂ. ക്ലാസിക് അതെ, ശോഭന ചേച്ചി. ശോഭന മാഡത്തിന്റെ ലൈക്ക് കണ്ണുകളൊക്കെ. അതെ. നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 20. 20. സാരമില്ല. 20. ഓക്കെ, പേരെന്തായിരുന്നു? ഡോണൽ. ഓക്കെ. മമിത ബൈജു, ഉണ്ണിമുകുന്ദൻ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആൻസേഴ്സ് അവിടെ നടന്നെങ്കിലും? ടോവിനോ തോമസ്. ടോവിനോനെ ഇഷ്ടപ്പെടാൻ കാരണം? പൊളി ആക്ടിങ് അല്ലേ, ആള് ചില്ലാണ്, അടിപൊളി. ടോവിനോട് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? 2018 മായാനദി അടിപൊളിയാണ്. മായാനദി, തീവണ്ടി അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ബ്രേക്കപ്പ് ഡേയിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും അന്നത്തെ ദിവസം അർമതിച്ച് ആഘോഷിച്ച കട്ടച്ചങ്ക് അതാരാ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അല്ല, ഇവിടെ പഠിച്ചിറങ്ങിയ ഒരുത്തനാണ്. ആണോ? എന്താണ് സംഭവം? ഓക്കെ, ഇല്ല, അങ്ങനെയല്ല, അർമാദിച്ചെന്നല്ല, അവൻ അങ്ങനെ വലിയ ബാഡൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആള് ഭയങ്കര ചില്ലാണ്. എന്നുവെച്ചാൽ അവൻ ബ്രേക്കപ്പ് കൊണ്ടൊന്നും തളരണം. ഡെയിലി അവനൊരു ബ്രേക്കപ്പ് പ്രതീക്ഷിച്ചാണ് ആ റിലേഷനിൽ അവനെ ഉൾപ്പെട്ടത്. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, എന്താ നിനക്കിപ്പോ ബ്രേക്കപ്പ് ബാഡ് അടിക്കൂലെന്ന് ചോദിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ബ്രേക്കപ്പ് എല്ലാ ദിവസവും എന്തായാലും ഒരു ബ്രേക്കപ്പ് പ്രതീക്ഷ. അങ്ങനെയല്ല, ഐ മീൻ അങ്ങനെയല്ല, എന്ന് വെച്ചാൽ ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളൊരു രീതിയിലുള്ള പുള്ളിയുടെ മൈൻഡ് സെറ്റ്. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അത്ര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. അർമാദെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനല്ല, അതല്ലെങ്കിൽ ആളെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ പാർട്ടി ചില്ല, അങ്ങനത്തെ മൈൻഡ് തന്നെ. ഇവിടെ ആരാണ്? വടുതലേന്നൊരു മുതലുണ്ട് ഞങ്ങക്ക്. അല്ല, പേര് പറയാൻ പറ്റില്ല. മച്ചാൻ ഒരു അത്യാവശ്യം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി. അതിങ്ങനെ തീർന്നത് ഉടനെ തന്നെ ബമ്പിൾ ഡൗൺലോഡ് ചെയ്ത് അടുത്ത സെറ്റ് ചെയ്തു. വീട്ടിൽ പോയി. എന്നിട്ട് അന്നത്തെ ദിവസം ബ്രേക്കപ്പ് ആയി. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ പബ്ജി കളിക്കാറുണ്ടായി. അന്നത്തെ ദിവസം കണ്ടില്ല. പിറ്റേ ദിവസം പബ്ജിയിൽ ഇങ്ങനെ ഇടക്ക് വെച്ച് ഇങ്ങനെ പോയി വന്നോണ്ടിരിക്കണം. അപ്പൊ നോക്കിയപ്പോ ബമ്പിളിൽ നിന്ന് അടുത്ത ആൾ സെറ്റായി. അപ്പൊ അങ്ങനെ അങ്ങനെ ഇങ്ങനെ വളച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ആർക്കൊക്കെ ബമ്പിളുണ്ട്? അറിയില്ല എന്താന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ദിവസം കൊണ്ട് ലൈൻ സെറ്റായ ചങ്ക്. അത്ര കഴിവുള്ളവരാരും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ഇല്ല. അതാരാ? എനിക്ക് അറിയാവുന്നവരേ ഉള്ളൂ. അയ്യോ, അത് അതെ, എന്റേതല്ല. ഇവിടെ അടുത്തൊരു കോളേജിലാ. ഏത് കോളേജാന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഇവിടെ അടുത്തേതാ? മഹാരാജാസോ? മച്ചാൻ ഇവിടെ എന്നെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ബസ് സ്റ്റോപ്പില്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തവളൊക്കെ ഉണ്ട്. പ്രപ്പോസ് ചെയ്ത് സെറ്റായി. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അടിപൊളി. ഇപ്പൊ കഴിഞ്ഞു വന്നാലും ഒരു ദിവസം കൊണ്ട് സെറ്റ് ആക്കി മുതലേ. ഓ, ആ ചെങ്ങായി ഇവിടെ ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്യണേ, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വായ നോട്ടത്തിന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് ഇവനു തന്നെ കൊടുക്കണം. സത്യം പറയാൻ ഇവിടുന്നുണ്ട്. ഇല്ലല്ല, ഈ കൂട്ടത്തിലെല്ലാം എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ അവാർഡായിട്ട് കൊടുക്കാനാണെങ്കിൽ
ഞങ്ങളുടെ ഫ്രണ്ട് നയൻ അവന്റെ പേര് ഒരു മാഗ്നറ്റ് ആണെന്ന് പറയാം. ഇവിടെ ഇപ്പൊ ഉണ്ടായി കാണാൻ ഓടിപ്പോയി തോന്നുന്നു. വേറൊരു കഥ ഉണ്ടായി. ഞങ്ങൾ ഒരു ദിവസം എന്തോ ട്രിപ്പ് എന്തോ പോയതായിരുന്നു കേട്ടോ. അപ്പൊ ലൈക്ക് കാറിന് പോയപ്പോ ഏതൊരു BMW ഏതൊരു നല്ലൊരു സീരീസ് വണ്ടി പോയി. അപ്പൊ ലൈക്ക് ഞാനും അതും ഇങ്ങനെ വേറൊരു ഫ്രണ്ടും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പൊ ഇവൻ വന്നിട്ട് പറഞ്ഞു ആ കാറിലുള്ള കുട്ടിയുടെ ഇൻസ്റ്റ ഐഡി എടുത്തും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ കോളേജിൽ ഇപ്പൊ ജസ്റ്റ് നടന്നോണ്ട് ആ കൊച്ചിന്റെ ഇൻസ്റ്റ വയ്ക്കാൻ പറഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് പറയും. വീട്ടിലാരൊക്കെയുണ്ട്, ഏത് സ്കൂളിൽ പഠിച്ച്, നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായി, എല്ലാം പറയും. ജീവിക്കണ ഒരു മറ്റേ ഡയറക്ടറിയാന്ന് പറയാം. വല്ലാത്തൊരു തരം ജീവിതം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ. അതാ അവിടെ ഒരു വായി നോക്കിയാന്ന് ഇവര് പറഞ്ഞു. അമ്പലത്തിലൊക്കെ പോണത് ഇതിനു വേണ്ടി മാത്രം, ഉത്സവത്തിന് മാത്രം അമ്പലത്തിൽ പോളൂ. എന്താ ഉത്സവത്തിന് കുറെ ചിക്കന്മാരുണ്ടാവും. അങ്ങനെയില്ല, ഇവിടെയുള്ള കാണാൻ കൊള്ളാന്നൊരു മാത്രം നോക്കുള്ളൂ. ഇവിടെയോ? ഇവിടത്തെ പോരാനായിട്ട് ഇൻസ്റ്റ തോണ്ടും, എന്നിട്ട് അയക്കും, എടാ ഈ ചെക്കൻ കൊള്ളാല്ലേ, ഇവനൊന്ന് സെറ്റാക്കി തരുമെന്ന്. നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടാ. അവന് അയച്ചു കൊടുത്തിട്ട്, എടാ ഇവനിപ്പൊ ആ ചെക്കന്റെ സ്റ്റോറി കണ്ട്, ഗൂഗിളിൽ നിന്ന് എന്താണ് പേരെട്ടാ, പുള്ളിയുടെ സ്റ്റോറി കണ്ടിട്ടാ സ്റ്റോറി ഇടപ്പോ എവിടെയോ ആലപ്പുഴയിലവിടെ പെട്ട് നിൽക്കണേണ്, ആരെങ്കിലും വന്ന് പിക്കിടോ. അപ്പൊ തന്നെ ഇവിടെ അത് അയച്ചു കൊടുത്ത്, എടാ ഒന്ന് ചെന്ന് പിക്ക് ചെയ്യണം, ആലപ്പുഴയിൽ കൈയോടെ എടുക്കാം നമുക്ക്. അപ്പം ഡോണിലൊരു വായി നോക്കിയാന്ന് പറഞ്ഞു. അല്ല ഇവരെല്ലാവരും പറഞ്ഞില്ലേ ഇവൻ? ഞാൻ പറയട്ടെ, നമ്മള് എല്ലാരും ഉള്ളില് നമ്മളെ വായ നോക്കിയാണ്, പക്ഷെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ. അവന്റെ താഴെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ വന്നതില് നോക്കിയിട്ട് ലൈക്ക് ആയ ഒരു കുട്ടി, പേരൊന്നും പറയണ്ട, ആദ്യം കാണുമ്പോ തന്നെ എന്താ നോക്കാ? ഒരു കുട്ടീനെ കാണുമ്പോ ഞാൻ കണ്ണുകളായിരിക്കും ആദ്യം. എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഐസാണ്. അതിനൊന്നുമില്ല, കണ്ണുകളിങ്ങനെ നോക്കും. കണ്ണ് മാത്രം നോക്കും. കണ്ണ് മാത്രം നോക്കി ഇഷ്ടാവോ? കണ്ണ് മാത്രം നോക്കി ഇഷ്ടമാന്ന്, പിന്നെ അറിയണമല്ലോ. കണ്ണ് നോക്കും എന്ന് പറഞ്ഞു, പിന്നെന്താ നോക്കാ? കണ്ണ് മാത്രം കണ്ട ഒരാൾ ഇഷ്ടം. നമുക്കിപ്പോ പുറമേന്ന് കാണുമ്പോ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ഐസ് ആണ് ഇങ്ങനെ നോക്കാറ് പൊതുവെ. പിന്നെ ഒരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അറിയണമല്ലോ ക്യാരക്ടർ. എന്താ ഔട്ടർ ബ്യൂട്ടിനേലും നമ്മൾ കൂടുതൽ നോക്കണ ഇന്നർ ബ്യൂട്ടി ആയിരിക്കും. ക്യാരക്ടറാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ട. പക്ഷെ നമ്മൾ പരിചയപ്പെടണം, അറിയണം. ഫ്രണ്ട്സ് നല്ല കണ്ണുള്ള കുട്ടിയാണെങ്കിൽ പിന്നെ അറിയാൻ ശ്രമിക്കും. കാണാൻ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ ശോഭന മാഡത്തില്, മനസ്സിലായി ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഏത് ഇയറാ? എല്ലാരും തേർഡ് ഇയേഴ്സ് ആണോ? സെക്കൻഡ് ഇയേഴ്സ്? നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ്, PG ഫസ്റ്റ് ഇയേഴ്സ്, നിങ്ങൾ സെക്കൻഡ് ഇയേഴ്സ്, ഇവിടെ തേർഡ് ഇയേഴ്സ് ഉണ്ട്. നിങ്ങൾ റാഗിങ്, കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് റാഗിങ്. ഇവിടെ റാഗിങ് അലൗഡ് ആണോ? അവിടെ ചുമന്ന ബോർഡ് ഉണ്ട്, നേരെ പോലീസ് സ്റ്റേഷനിൽ. അറിയില്ല, നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും റാഗിങ്. ഞങ്ങളാണ് സീനിയേഴ്സിന്റെ അടുത്ത് പോയി അങ്ങോട്ട് കമ്പനി ആയത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സീനിയേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് പ്ലീസ് ഞങ്ങളൊന്ന് റാഗ്. പാവം ആൽബർട്ട്സ് നല്ല കോളേജാണ്, ഇവിടെ റാഗിങ് ഒന്നും ഇല്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് 1 മാസം റാഗിങ് ആയിരുന്നു. 1 മാസം? ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോഴീനെ ആരോ പറഞ്ഞല്ലോ, ആ കുട്ടിയാണെങ്കിൽ വന്നപ്പോ തൊട്ട് വാ തുറക്കുന്നില്ല. പക്ഷെ അതെ വായ നോക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെയൊന്നുമല്ല, ഒരു ചുമ്മാ പറയണ. ഒത്തിരി മൂർത്തികളാണ് അല്ലെ? നിങ്ങൾക്ക് ഒരാളെ ചെക്കനെ കാണുമ്പോ ഇവിടെ പറഞ്ഞു കണ്ണാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്താ നോക്കുക? ഡ്രസ്സിംഗ് സ്റ്റൈലാണ് നോക്കുക. അതിനോട് യോജിക്കുന്നില്ല. ഹെയർ. ചേച്ചി എന്താ നോക്കുന്നേ? എനിക്ക് ഹൈറ്റുള്ള ചെക്കന്മാരെയാണ് ഇഷ്ടം. സിംഗിൾ ആണോ? അല്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സിംഗിളായി നടക്കുന്നതിലും അഭിമാനിക്കാൻ പഠിക്കണം. അങ്ങനെയുള്ള ഒരാളാരാ നിങ്ങളുടെ കൂട്ടത്തില്? മൊരട്ട് സിംഗിൾ ഇതുവരെ ഇല്ല. ഒരു കുട്ടീനെ പോലും കണ്ടിട്ട് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടല്ല
സ്റ്റോറി എന്താ? സ്റ്റോറി സ്റ്റോറി ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് അറിയാൻ തോന്നുന്നുണ്ട്. അതൊന്നാലും ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ക്ലാസ്സിലാ. നീ പറ എന്താ അഭിമാനം? അഭിമാനിക്കാൻ സിംഗിൾ ലൈഫ് അഭിമാനമായിട്ട് തോന്നിയത് എപ്പോഴാ? പൈസ കുറെ സേവ് ചെയ്യല്ലോ. പെട്രോള് കാശ്, ഫുഡ് കഴിക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുക, ആരും കൊടുക്കണ്ട. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ട, ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണ്ട, ടെൻഷൻ ഇല്ല, ഗെയിം കളിക്കുക. കരയല്ലേ എന്നൊക്കെ. എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ എനിക്കൊരു ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വാലന്റൈൻസ് ഡേക്ക് മാത്രം. ആ കുട്ടിയല്ല, എനിക്കൊരു റിലേഷൻ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് മൊരട്ട് സിംഗിൾ? നീയാണോ ഇതുവരെ? പറഞ്ഞല്ലോ ഇതുവരെ. സിംഗിൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു നിമിഷം എപ്പോഴാ? എന്ന് വെച്ചാ ടൈം മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒക്കെ തന്നെ. പിന്നെ അതല്ലേ നല്ലത്, ടൈം ആവുമ്പോ വരും. എപ്പോഴെങ്കിലും ഇങ്ങനെ എനിക്കും ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, സത്യം പറയണം. സീരിയസ്ലി ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തിനാണ് ഈ ടൈം ആവട്ടെ. അമ്മ കണ്ടുപിടിച്ച കുട്ടി എന്നൊക്കെ പറയൂലേ അത്. ഇവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു കുട്ടി എന്താണ് വന്നപ്പോ തൊട്ടൊന്നും മിണ്ടാണ്ട് നിക്കാണ്. എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ ഷോയിൽ എല്ലാരും മിണ്ടണം. ഇവിടെ പറ, സിംഗിൾ ലൈഫ് ആണോ കമ്മിറ്റഡ് ലൈഫ് ആണോ ഇഷ്ടം? സിംഗിൾ ലൈഫ് ആണ്. സിംഗിൾ ലൈഫ് ആണോ? സത്യം പറ, കമ്മിറ്റഡ് അല്ലേ? ഇല്ല, സിംഗിൾ ആണ്. എന്താണ് സിംഗിൾ ആയിട്ട് നടക്കാൻ തോന്നിയത്? എന്തുകൊണ്ടാ? സമാധാനം ഉണ്ടാവും. ഓ, ഇതിന് മുമ്പ് റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ എങ്ങനെയാ മനസ്സിലായ സമാധാനം റിലേഷൻഷിപ്പിൽ? ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ഇവിടെ രണ്ട് ചേട്ടന്മാര്. നിങ്ങളെന്താ? നിങ്ങൾ സിംഗിൾ ലൈഫ് ആണോ അതെയോ കമ്മിറ്റഡ് ലൈഫ് ആണോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? രണ്ടിനും അതിന്റെ ആയിട്ടുള്ള ഇതുണ്ടല്ലോ. എന്താണ് അതൊന്ന് കേക്കട്ടെ. നമുക്ക് എപ്പോഴും സംസാരിക്കാൻ തോന്നുമ്പോ ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ? അതിവന്മാരോടൊന്നും സംസാരിക്കാൻ പാടില്ലേ? കമ്മിറ്റഡ് ലൈഫിന്റെ ഇത് ഗുണങ്ങൾ പറഞ്ഞു. സംസാരിക്കാൻ ആരും ഇല്ലാത്തപ്പോ സംസാരിക്കാം. ഓക്കെ, സിംഗിൾ ലൈഫിന്റെ ഒരു ഗുണം എന്താ? സമയം ഈ പറഞ്ഞ പോലെ മാനേജ് ചെയ്യാൻ നമുക്ക് നമ്മുടെ പൈസ സേവ് ചെയ്യാൻ പറ്റും. പൈസ സേവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം അല്ലേ? ചേട്ടൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്കറിയോ? ഓക്കെ, ചേട്ടൻ പറയൂ. എനിക്ക് എന്തായാലും സന്തോഷമുള്ളൂ, കുഴപ്പമില്ല. സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, കമ്മിറ്റഡ് ആണെങ്കിൽ സിംഗിൾ ആണെങ്കിൽ ഇതുപോലെ ടൈം മാനേജ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ടൈം മാനേജ്മെന്റും പിന്നെ പൈസ സേവ് ചെയ്യലും അല്ലാണ്ട് സിംഗിൾ ലൈഫിന്റെ ഒരു ഗുണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സെൽഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറ. ഓക്കെ, ഇപ്പൊ സിംഗിൾ ആണ്. മുന്നേ കമ്മിറ്റഡ് ആയിരുന്നു? അല്ല, അങ്ങനെയല്ല. ഒരു കാര്യം നമ്മൾ ഇപ്പോൾ കമ്മിറ്റഡ് ആകുമ്പോൾ അതിനനുസരിച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ട്രൈ ചെയ്യണം എന്നുണ്ട്. ഒരു സമയത്ത് ട്രൈ ചെയ്യും. കുട്ടിക്ക് തോന്നണില്ല. അതെ, അങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു മൈന. എന്താ? അപ്പോൾ രണ്ടും ഇഷ്ടമാണ്. ഇപ്പൊ സിംഗിൾ ആണ്, അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എനിക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നനുസരിച്ച് ഇത് ഇതാണ് ആ പുള്ളി. എല്ലാരും പറഞ്ഞ ആ പുള്ളിയാണ് ഈ പുള്ളി. ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങളാണെങ്കിൽ ഒരാളെ സ്പോട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തില് ഒരാളെ സ്പോട്ട് ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റയിൽ കാണുന്ന എല്ലാ കൂതറ റീൽസും അല്ല അല്ല ഇൻസ്റ്റയിൽ 1 ലക്ഷം റീൽ ഉണ്ടാവും, അവള് 2 ലക്ഷം റീലേക്കും. ഓക്കെ, അപ്പം പേരെന്തായിരുന്നു? അല്ലയ്ക്ക് ഒരു ടാസ്ക് ഉണ്ട്, ചെറിയൊരു ടാസ്ക്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിയിട്ട് ഞാനൊരു പാട്ട് പറഞ്ഞുതരും. ആ പാട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരാളെ സെലക്ട് ചെയ്യാം. അയാളുടെ നേരെ നോക്കി പാടണം. പാട്ട് പാടാൻ ആക്ഷൻ ഇട്ട് പാടണം. ഓക്കെ, പാട്ട് ഏതാന്ന് വെച്ചാ എൻകരളിൽ താമസിച്ച ആ പാട്ട്. ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ആരെ സെലക്ട് ചെയ്യുന്നത്? ആരെ വരെ? സിൻസൻ. ഓക്കെ ഓക്കെ. പാടണം. പാട്ട് പാടണം. പാട്ട് പാടി എനിക്കരളിൽ താമസിക്കും മാപ്പ് തരാരാ
എനിക്കടലിൽ താമസിക്കും മാപ്പ് തരാ രാക്ഷസ. ബാക്കി ലിറിക്സ് അറിഞ്ഞൂടെ എനിക്ക്? രാക്ഷസ രാക്ഷസ. ഒന്നൂടെ ഒന്ന് ഉഷാറായിട്ട്. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് മാപ്പ് തരാം രാക്ഷസ 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 രാക്ഷസ. ഓക്കെ ഓക്കെ. ഈ സൈഡിൽ നിന്ന് ആരാണ് ആ ചങ്ക്? റീൽസ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യാറില്ല? എന്റെ ക്ലാസ്സിലൊക്കെ ഉണ്ട് ഒരുപാട്. ഒരുത്തരുണ്ട്, പേര് ഞാൻ പറയാം, എടുത്തു പറയാം, ഷിയോൺ സിജി. ഷിനു സിജി ഇവിടെ ഇല്ലല്ലോ. ഷിനോല്ല, ഷിയോൺ. ഷിയോൺ എന്റെ പൊന്നും സ്വൈര്യം തരൂല. ഒരു 10-30 റീലൊക്കെ ഒരു ദിവസം അയച്ചു തരും. അതാ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അതിനായിരുന്നു കരയും. ക്ലാസ് വന്നിട്ട് അങ്ങനത്തെ ടീമാണ്. എന്ത് പറയാനാണ്. ഷിയോൺ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ല. ഷിയോൺ ഇല്ലാത്തത് കൊണ്ട് ഈ സെക്ഷനിൽ ഞാൻ നിന്നെ വിളിക്കുകയാണ്. അയ്യോ, പാട്ട് അറിയാമല്ല. പാട്ട് പാടണം. ഈ സൈഡിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യുന്നേ? പാട്ട് കള്ള കള്ള കൊച്ചു കള്ള. എനിക്കറിയാം. എന്താണ് പാടണ്ടേ? പാട്ടെന്ന് പഠിക്കും. വേറെ പാട്ട് വേറെ പാട്ട്. ഇഷ്ടമല്ലടാ എനിക്കിഷ്ടം. അടുത്ത പാട്ട്, വേറെ പാട്ട്. ഇത് ഏത് ഭാഷയാ മനസ്സിലാവണില്ല. എന്റെ എല്ലാം ആരെവിടെ നോക്കിട്ട് ആരെ കണ്ടിട്ട് അങ്ങനെ പാടാം. എന്നാലും അയ്യോ, ആരെ വിളിക്കാൻ തോന്നുന്നു? ഈ കുട്ടീനെ വിളിച്ചോ. ഈ കുട്ടി ഒന്നും ഓക്കെ. എക്സ്പ്രഷൻ കൊടുക്കണേ. എന്റെ എല്ലാം കുറച്ച് വികാരത്തിലൊക്കെ പാടടാ. എന്റെ എല്ലാം അല്ലേ എന്റെ ലിറിക്സ് ഒക്കെ തെറ്റാണ്ട്. ഞാൻ ട്രൈ ചെയ്യണേ. ഓക്കെ. എന്റെ എല്ലാം അല്ലേ എന്റെ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ നിന്റെ മാറിലമായ ചന്ദന പൊട്ട് എനിക്കല്ലേ. അടിപൊളി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. 100 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലെങ്കിലും പത്രാസിന് ഒരു കുറവുമില്ല. അമ്മേനെ പറ്റിച്ച് ജീവിക്കുന്ന മുതലാണ്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് ആ കുട്ടീനെ വിളിക്കാം. ആദ്യം ഇവിടെ നമുക്ക് ഒരാളുണ്ട്. വരൂ, വന്നാലും. ഇവിടെ ആരെ വേണം? ഓക്കെ, ഞാൻ ഒരാളെ വിളിക്കാം. കമോൺ വായോ. സോണിയ മൈക്ക് കൊടുക്കൂ. ഓക്കെ, പാട്ട് പാടുന്നെന്ന് വെച്ചാ ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ. പാട്ട് പാടണേ. ഞാൻ പാടണോ? നീ പാടണം. നീ സൂപ്പർ. പാടിക്കോ. എന്താണ് തുടക്കം? ഇഷ്ടമല്ലടാ എനിക്കിഷ്ടമല്ലടാ നിന്റെ തൊട്ട് നോക്കം ഇഷ്ടമല്ലടാ. എനിക്കറിയില്ല. ബാക്കി കൂടെ പാടും. ഇത്രയും വൃത്തികെട്ട മോതിരം നിനക്കൊന്നും പാടാൻ തോന്നുന്നില്ല. തരാട്ട കൊടുക്ക തിരുവമ്പ തരാം. ആ കൊച്ചു കള്ളനെ സപ്പോർട്ട് ചെയ്യണോ? എടാ വേണ്ട മോനെ വേണ്ട അടുത്ത റിവെഞ്ച് ഇവിടെ. നമസ്കാരം. അടിപൊളി. ഇവിടെ ആരോ പറഞ്ഞല്ലോ. അത് വേണീനെ. ആ കുട്ടീനെ വരൂ. കൃഷ്ണവേണി പ്ലീസ് കമോൺ. വരൂ. വേണി ആറാ ഓടിവാ വേണി. എന്തിനാ വിളിച്ചെന്നറിയോ? ഇവരുടെ അടുത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. 100 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലെങ്കിലും പത്രാസിന് ഒരു കുറവില്ലാത്ത ചങ്ക്. അപ്പൊ ഇവിടെ എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ പറഞ്ഞത് വേണീനെയാണ്. യോജിക്കുന്നുണ്ടോ? ചെറുതായിട്ട് യോജിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വന്നല്ലോ, നമ്മളൊരു ചെറിയൊരു ടാസ്ക് തരാൻ പോവാം. ഒരു പാട്ട് പാടണം. ഇവിടെ നിന്നുള്ള ആര് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അയാളെ നോക്കി പാടണം. ഓക്കെ ഓക്കെ. പാട്ട് ഇതാണ്. കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. ഇവിടെ ആര് വേണമെങ്കിലും, ഇവിടെ ഒരുപാട് സുന്ദരന്മാരുണ്ട്, ആര് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പെണ്ണുങ്ങളെ പറ്റൂല. എന്തപ്പത്? അതിനെന്തോ ഇവിടെ
നിന്നോ, ഇവിടെ എവിടെയെങ്കിലും നിന്നോ. കള്ളൻ കള്ളൻ ഗൈസ് നിങ്ങളൊന്ന് സെന്ററിലോട്ട് വരണം. കറക്റ്റ് കള്ളല്ലേ? ആ മൈക്ക് കൊടുത്തോ. അല്ല ഞാൻ വെറുതെ നിന്നാ പോരെ? നമ്മൾ ഒരുമിച്ചാണോ? Come on. അല്ല മോള് ഈ കുട്ടിനെ നോക്കി പാടണം. ഇത് ഫുൾ അഭിനയല്ലേ? ഇത് പഠിക്കോ പഠിക്കൂ. നമ്മൾ ഒരുമിച്ചല്ലേ പാടുന്നേ? അല്ല ഞാൻ കേൾക്കാം. ഇവരെ നോക്കി പാടണം. എക്സ്പ്രഷൻ കൊടുത്തോ. ഓക്കെ കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്, സ്റ്റൈലം ചെക്കനെ കണ്ടപ്പോ തൊട്ടുള്ളിന് ഉള്ളില് ലവാണ്. ഐ ലവ് യു. എന്തായാലും ചേച്ചി ഇത്രയും കാര്യമായിട്ട് പാടിയതല്ലേ, തിരിച്ചൊരു പാട്ടും കൂടെ പാടിക്കോ. ഒന്നോടെ പറ്റും. അതിന് വരുമോ? വരും പറ്റും. ഓക്കെ കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്, സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പോ തൊട്ടുള്ളിന് ഉള്ളില് ലവാണ്. അടിപൊളി. ഇതിന് മറുപടി ഒന്നും കൊടുക്കാനില്ലേ? ഇല്ല. ഒന്നും പറയാനില്ലേ? എന്താണ് ഒരു കുട്ടി ഇത്രയും അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ട് കാണാൻ കൊള്ളാം. കാണാൻ കൊള്ളാം. ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ അല്ലേ? എന്റെ പറച്ചിലാണോ പറഞ്ഞേ? കൊള്ളാം കേട്ടോ. അല്ല കേട്ട് അങ്ങനെയല്ല, ചിന്തിക്കാം. നിങ്ങൾ മാറി അവിടെ പോയി ചിന്തിച്ചോ. ഓക്കെ എന്തായാലും റിപ്ലൈ ഒരു പാട്ട് എന്നുള്ള രീതിക്ക് പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യാം. റിപ്ലൈ പാടാം. പാടാം. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു ഏതവനാണ് ഈ സമയത്ത് വിളിക്കുന്നത്? റൊമാൻറ്റിക് ആവാൻ സമ്മതിക്കൂല. പാടിക്കോ, അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല എടാ മൈക്ക് കുറച്ച് അടുത്ത് പഠിക്കാം. ഓക്കെ. പിടയുന്നോരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി, മിഴിനീരു പെയ്ത കെടാതെ കാത്ത പുഞ്ചിരി, നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി. സൂപ്പർ നല്ലൊരു കയ്യടി. ഇവിടെ ഇടയ്ക്കൊരാൾ ഒരു കമന്റ് ചോദിച്ചായിരുന്നു ശരിക്കും ഇവനെ ഇഷ്ടമാണോ എന്നൊക്കെ. അല്ല പെടണോ? ചെക്കന് ഭയങ്കര സങ്കടമായിരുന്നു, എനിക്ക് ഇതുവരെ ഒരു റിലേഷൻ ഇല്ല എന്നൊക്കെ. ഒരു ജീവിതം കൊടുക്കാൻ താല്പര്യമുണ്ടോ? അതാണ് എനിക്ക് ടെസ്റ്റ് പറയണ്ട. എനിക്കുണ്ട്. അല്ല എനിക്ക് കുഴപ്പമില്ല, അങ്ങനെയല്ല. എടാ അത് എറിയ അപ്പുറത്തോട്ട്. ചുമ്മാ ഓക്കെ. കുഴപ്പമില്ല, നമ്മൾക്ക് ആരെങ്കിലും ഒരു ജീവിതം തരും. അല്ല ഓൾറെഡി ഉണ്ടല്ലേ? ഉണ്ട്. അന്ന് നോക്കി വന്ന് നിന്നോളൂ. പേരെന്തായിരുന്നു? വേണിയല്ലേ? വേണി. ശരി, ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ ഓക്കെ നിന്നോ, എന്തായാലും നന്നല്ലേ? ഓക്കെ അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ സെഗ്മെന്റ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നോ? എൻജോയ് ചെയ്തോ? ഒരുപാട് അറിയാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഓക്കെ അപ്പൊ നമുക്കാണെങ്കിൽ നമ്മൾ പാട്ട് പാടിയാണ് തുടങ്ങിയത്. നമുക്കൊരു പാട്ട് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ എന്ത് പാട്ട്? ഏത് പാട്ടാണ് നമുക്ക് എല്ലാവരും കൂടെ പാടാൻ പറ്റണേ? ഫീലിങ്സോ? ആ കുട്ടിക്ക് ഫീലിങ്സ് ഭയങ്കര ഇഷ്ടം. നമുക്ക് കുട്ടി ഫീലിങ്സ് ഒന്നും പാടാം. ഞങ്ങൾക്ക് ആർക്കും ഒരുമിച്ച് പാടാൻ അറിയില്ല. പാടോ? ഫീലിങ്സ് പാടോ? ഓക്കെ ഏത് പാട്ട് പാടും? എന്നെ പോലത്തെ സാധാരണക്കാർക്കും പാടാനും ഇതൊക്കെ പറ്റുന്ന പാട്ട്. ലോ ലെവൽ ആയിക്കണോ?
1 2 3 സ്റ്റാർട്ട്. എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ കാലിലെ മായ ചന്ദനം പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ അടിപൊളി അടിപൊളി അടിപൊളി. യെസ് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളും പാസ് ഔട്ട് ആവാൻ പോകുന്നവർക്കൊക്കെ ഇനിയും നല്ലൊരു ഫ്യൂച്ചർ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.